ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ക്രോക്കറി ഷെൽഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ കൂടെ കൂടിയൊരു സ്വഭാവമാണ് ഈ ഒരു പാത്രം വാങ്ങിക്കൽ കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട് ഞാൻ തീരെ പോകാറില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ നേരെ ഓടി ചെല്ലുന്നത് ആ ഒരു സെക്ഷനിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് കൂടുതൽ പാത്രങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യാനും അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാത്രം സ്റ്റോർ ചെയ്ത് നമ്മുടെ ക്രോക്കറി ഷെൽഫ് മൊത്തം കൺജസ്റ്റഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചതാണ് ഇതൊന്ന് നേരെ ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നുള്ളത് കേട്ടോ. ഇനിയും പാത്രം വാങ്ങിച്ചാൽ എന്തായാലും അതെടുത്ത് വെക്കാനുള്ള ഒരു സ്പേസ് വേണം. അപ്പോൾ അതുകൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഞാനുള്ളത്. നമ്മൾ വീട് മാറുന്ന സമയത്ത് ഞാൻ അധികം പാത്രങ്ങളോ അങ്ങനെയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാം ഇവിടെ വന്നതിന് ശേഷം കുറച്ചായിട്ട് വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതിനിടയിലൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം 9.7K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പാത്രങ്ങളെല്ലാം ഈ പുതിയ വീട്ടിലോട്ട് വന്നതിന് ശേഷം കുറച്ചായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെൽഫ് ഇൻസേർട്ടാണിത്. ഇത് നമുക്ക് സിംഗിൾ പീസായിട്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 ടയറായിട്ടും ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് 2 ടയറായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഷെൽഫിൻ്റെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴത്തും മുകളിലായിട്ട് വെക്കാമെന്ന്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സെർവിങ് പ്ലേറ്റ്സും ബൗൾസും ആണ്. അപ്പോൾ താഴത്തെ ഷെൽഫിൽ മഗ്ഗും ഗ്ലാസ്സുകളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ ഇതുപോലെ ജഗ്ഗും മഗ്ഗുകളുമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി, കാരണം ഇനിയും നമുക്ക് ഒരുപാട് സ്പേസ് ഉണ്ട്, ഇനിയും പുതിയ പാത്രങ്ങൾ വെക്കാനായിട്ട് കേട്ടോ. ഈ ഒരു ഷെൽഫ് ഇൻസേർട്ട് ഞാൻ ഐക്യന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്, പക്ഷേ ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവർക്ക് പർച്ചേസ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ സെറാമിക് കളക്ഷൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണേ. പിന്നെ ഈ ഒരു സൈഡിലും ഞാൻ അത്യാവശ്യം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും പുതിയ പാത്രങ്ങൾ വാങ്ങിച്ചാലും വെക്കാനുള്ള സ്പേസ് ഇതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണാം. ടാറ്റാ, ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.